ഇടുക്കി ഉപ്പുതറയിൽ കൂട്ടാത്മഹത്യ ചെയ്ത കുടുംബത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. 9 ഏക്കർ സ്വദേശി സജീവ് മോഹൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, റിയ എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയാണ് മരിക്കാൻ കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? എപ്പോഴായിരിക്കും ഇവരുടെ സംസ്കാരം? ഇതിന് അല്പം മുമ്പാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഈ 4 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഉപ്പുതറയിലെ ഈ വീട്ടിൽ വെച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇപ്പോൾ നടപടികൾ നടക്കുന്നത്, പുരോഗമിക്കുന്നത്. ഇതിന് ശേഷം 4 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശേഷം വൈകുന്നേരത്തോടെയാകും സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 കുട്ടികളും സജീവും അതോടൊപ്പം തന്നെ ഭാര്യയും രേഷ്മയുമാണ് ഇന്നലെ ഈ സാമ്പത്തിക കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത് എന്നുള്ള ഒരു കുറിപ്പും പോലീസ് ഈ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറഞ്ഞത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഈ മരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിൽ എത്രത്തോളം സാമ്പത്തികമായി ബാധ്യതയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെയും പോലീസ് നടത്തി വരികയാണ്. പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 3 ലക്ഷം രൂപയുടെ ഒരു ലോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് വേണ്ടി വാങ്ങിയൊരു തുകയാണ് എന്നുള്ളതാണ്. അതിൽ ഒരടവ് മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത് പോലീസിനെ മനസ്സിലാകുന്നത്. പോലീസ് അതാണ് പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഈ ഓരോ അടവും മുടങ്ങിയപ്പോൾ കട്ടപ്പനയിലുള്ള ഈ സ്വകാര്യ സ്ഥാപനം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ഈ മരിച്ചുപോയ സജീവിനെയും അതോടൊപ്പം തന്നെ സജീവിൻ്റെ അച്ഛനെയും വിളിച്ച് വല്ലാതെ ഫോണിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അവർ ബന്ധുക്കൾ പറഞ്ഞത്. ഈ അച്ഛൻ ഇന്നലെ അങ്ങനെ പറയുകയുണ്ടായി. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് സംബന്ധിച്ച ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉപ്പുതറയിൽ വെച്ചാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വ്യക്തമാണ്. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചതിൽ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.